വെൽക്കം ടു NRI വേൾഡ്. കടുത്ത സംഘർഷങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും മാനുഷിക പ്രതിസന്ധികളും ലോകമെമ്പാടും വ്യാപകമാകുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ യമനും അഫ്ഗാനിസ്ഥാനും സുഡാനും മുൻനിരയിൽ. ലോകരാജ്യങ്ങളിൽ നിലവിലുള്ള സംഘർഷങ്ങൾ ജനസംഖ്യയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വ്യാപകമായ നാശമാണ് വരുത്തിയത്. യുദ്ധം, അക്രമം, അശാന്തി എന്നിവയാൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള സമാധാനത്തിന്റെയും സുരക്ഷയുടെയും സമഗ്രമായ വിലയിരുത്തൽ നൽകിക്കൊണ്ട് ആഭ്യന്തര സംഘർഷങ്ങൾ, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉൾപ്പെടെ 23 സൂചകങ്ങളാണ് വിലയിരുത്തിയത്. 2015 ആഭ്യന്തര സംഘട്ടനം ആരംഭിച്ചതു മുതൽ യമൻ പ്രക്ഷുബ്ധമായി. വ്യാപകമായ പട്ടിണിയും രോഗങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. ആഭ്യന്തര പോരാട്ടമായി ആരംഭിച്ച സംഘർഷം അയൽ രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ നീണ്ടു നിൽക്കുകയും തീവ്രമാകുകയും ചെയ്തു. ഡാർഫൂർ, സൗത്ത് കോർഡോഫാൻ, ബ്ലൂ നൈൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ നിരന്തരമായ സംഘട്ടനങ്ങൾ കാരണം സുഡാൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിലൊന്നായി തുടരുന്നു. 2024 ഈ ഏറ്റുമുട്ടലുകൾ 3000-ലധികം മരണങ്ങൾക്ക് കാരണമാവുകയും ഏകദേശം 2 ദശലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. സർക്കാർ സേനകളും പ്രതിപക്ഷ ഗ്രൂപ്പുകളും സിവിലിയന്മാർക്കെതിരെ പതിവായി ആക്രമണം നടത്തുന്നു. 2021 താലിബാൻ അധികാരം പിടിച്ചടക്കിയതോടെ അഫ്ഗാനിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷം രാജ്യത്തെ നിരന്തരമായ അസ്ഥിരതയിലേക്ക് നയിച്ചു. തീവ്രവാദം, തട്ടിക്കൊണ്ടുപോകൽ, വ്യാപകമായ അക്രമം എന്നിവ ഇവിടത്തെ ജനജീവിതം ദുരിതപൂർണമാക്കുന്നു. 2022 ഫെബ്രുവരിയിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ ഉക്രൈൻ സുരക്ഷയിലും അസ്ഥിരതയിലും കുത്തനെ ഇടിവ് നേരിട്ടു. 2024 ആയപ്പോഴേക്കും സംഘർഷം രാജ്യത്തിനകത്തും പുറത്തും 1,50,000-ലധികം മരണങ്ങൾക്കും ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും കാരണമായി. വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശവും മാനുഷിക പ്രതിസന്ധി സൃഷ്ടിച്ചു. കോങ്കോ, റഷ്യ, സിറിയ, മാലി എന്നിവയും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. കുടിയേറ്റ നയങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങളിൽ പ്രതിഷേധിച്ച് കാനഡയിലെ 100 കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. ഈ വർഷം അവസാനത്തോടെ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടുമ്പോൾ 70,000-ലധികം ബിരുദധാരികൾ നാട് കടത്തപ്പെടാനുള്ള സാധ്യതയാണ് പുതുക്കിയ നിയമത്തിലുള്ളത്. ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെന്റിന്റെ കുടിയേറ്റ നയംമാറ്റം കാരണം നാട് കടത്തപ്പെടുമെന്ന ഭയത്തിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. കാനഡയിലെ ആയിരക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടുമ്പോൾ 70,000-ലധികം ബിരുദധാരികൾ നാട് കടത്തപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ പലരും പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹങ്ങളുമായി കാനഡയിലെത്തിയവരാണ്. പഠനത്തിനു ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നിരവധി വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാണ് പുതിയ നയങ്ങൾ. വിദേശ തൊഴിലുകൾ നിലവിലെ 20% നിന്ന് 10% കുറയ്ക്കാനാണ് പദ്ധതി. സെപ്റ്റംബർ 26 പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. മാത്രമല്ല, തൊഴിലില്ലായ്മ നിരക്ക് 6% അതിൽ കൂടുതലോ ഉള്ള പ്രദേശങ്ങളിലെ തൊഴിലുടമകളിൽ നിന്നുള്ള അപേക്ഷകൾ സർക്കാർ ഇനി പ്രോസസ്സ് ചെയ്യില്ല. കുറഞ്ഞ വേതന സ്ട്രീമിൽ തൊഴിലാളികളെ നിയമിക്കാവുന്ന പരിധി 2 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറയ്ക്കും. താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനും വിദേശ തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്താനുമുള്ള പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ജനസംഖ്യയിലെ താൽക്കാലിക താമസക്കാരുടെ അനുപാതം 6.2% നിന്ന് 5% കുറയ്ക്കുമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ സൂചിപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തുടനീളം പ്രതിഷേധം തുടരുമ്പോൾ അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും താൽക്കാലിക വിദേശ തൊഴിലാളികളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിന് കനേഡിയൻ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദമേറുകയാണ്. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE. പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനും വേണമെങ്കിൽ തിരിച്ചു വരാനും അവസരമുണ്ടാകും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. സെപ്റ്റംബർ 1 മുതലാണ് രാജ്യത്ത് പൊതുമാപ്പ് നിലവിൽ വരുന്നത്. നേരത്തെ റെസിഡൻസി വിസക്കാർക്കാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നത്. കാലാവധി കഴിഞ്ഞ എല്ലാത്തരം വിസക്കാർക്കും പിഴ, എക്സിറ്റ് ഫീസ് എന്നിവയില്ലാതെ 2 മാസം നാട്ടിലേക്ക് മടങ്ങാം. ഇവർക്ക് രേഖകൾ ശരിയാക്കി UAEയിൽ തുടരാനുമാകും. സെപ്റ്റംബർ 1 മുമ്പ് കാലാവധി തീർന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കൂ.
അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർക്കും നാടുകടത്തൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരും. കാലാവധി കഴിഞ്ഞ വിസയുള്ള മാതാപിതാക്കളുടെ നവജാത ശിശുക്കൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. സ്പോൺസറുടെ ഒളിച്ചോട്ട പരാതിയുള്ള പ്രവാസികൾക്കും പൊതുമാപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ കേന്ദ്രങ്ങൾ വഴി പൊതുമാപ്പിനുള്ള അപേക്ഷ നൽകാം. കൂടാതെ ഫെഡറൽ അതോറിറ്റിയുടെ മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ് എന്നിവ വഴിയും പരാതി നൽകാം. ഇന്ത്യക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഇടയിൽ വ്യാപാര രംഗത്ത് വൻ മുന്നേറ്റം. കഴിഞ്ഞ വർഷം $162 ബില്യൺ റെക്കോർഡ് വ്യാപാരമാണ് നടന്നത്. ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തിന്റെ 15% സംഭാവന ചെയ്യുന്നത് GCC രാജ്യങ്ങളാണ്. ഊർജം, പ്രതിരോധം, ആരോഗ്യം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഇന്ത്യ ഗൾഫ് വ്യാപാരം ഉയരുകയാണ്. UAE-യുമായി 2 വർഷം മുമ്പ് ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക കരാർ കയറ്റുമതി രംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമായി. ഇതേ രീതിയിൽ സൗദി ഉൾപ്പെടെയുള്ള മറ്റ് GCC രാജ്യങ്ങളുമായും സാമ്പത്തിക കരാറിന് രൂപം നൽകാനുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. സംസ്കരിച്ച വിവിധ ഭക്ഷണ സാധനങ്ങൾ, ആഭരണങ്ങൾ, സിന്തറ്റിക് നാരുകൾ, നൂലുകൾ, മരുന്നുകൾ, രാസവസ്തുക്കൾ എന്നിവ ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എണ്ണ ഇതര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗൾഫ് രാജ്യങ്ങളും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. അതിനാൽ തന്നെ ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ ഏറെ താൽപര്യമാണ് ഈ രാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഓഫീസ് സമയത്തിനു ശേഷം ഓസ്ട്രേലിയയിലെ തൊഴിലാളികൾക്ക് ഔദ്യോഗിക കോളുകളും ഇമെയിലുകളും അവഗണിക്കാം. ഇതിനായി റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം നടപ്പാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. അവധി ദിവസങ്ങളിലും ജോലി സമയത്തിന് ശേഷവും മേലധികാരികളുടെ ഫോൺ വിളികൾക്കും ഇമെയിലുകൾക്കും മറുപടി നൽകേണ്ടി വരുന്നത് ജീവനക്കാരുടെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്നു എന്നതാണ് നിയമനിർമ്മാണത്തിന് കാരണം. ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും നിലവിലുള്ള നിയമങ്ങൾക്ക് സമാനമാണ് ഓസ്ട്രേലിയയിലേത്. ഫെബ്രുവരിയിലാണ് റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം പാസായത്. വൻകിട കമ്പനികളിൽ ഓഗസ്റ്റ് 26 മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു. 15 ജീവനക്കാരിൽ താഴെയുള്ള കമ്പനികളിൽ അടുത്ത വർഷം ഓഗസ്റ്റ് 26 മുതലും നിയമം നടപ്പിലാക്കും. നിയമ നടത്തിപ്പിന്റെ ചുമതല ഒരു ട്രിബ്യൂണലിനായിരിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിയമത്തിൽ ഇളവുകളും അനുവദിച്ചിട്ടുണ്ട്. ജോലിഭാരം വർദ്ധിച്ചതുവഴിയുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തിനും കമ്പനി ഉടമകളുടെ ചൂഷണത്തിനും അറുതി വരുത്താൻ ഈ നിയമം വഴി സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫാഷൻ ബ്രാൻഡായ സുഡിയോയുടെ ദുബായിലെ ആദ്യ സ്റ്റോർ അടുത്ത മാസം തുറക്കും. സിലിക്കൺ ഒയാസിസ് മാളിലാണ് പുതിയ സ്റ്റോർ സജ്ജമാകുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യ സ്റ്റോറാണ് ദുബായിൽ ആരംഭിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ച് കൂടുതൽ സ്റ്റോറുകൾ തുറക്കാനാണ് പദ്ധതി. ടാറ്റയുടെ തന്നെ വെസ്റ്റ്സൈഡിനേക്കാൾ മുന്നേറ്റം സ്റ്റുഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ജൂണിലെ കണക്കനുസരിച്ച് കമ്പനിക്ക് 228 വെസ്റ്റ് സൈഡ് സ്റ്റോറുകളും 559 സ്റ്റുഡിയോ സ്റ്റോറുകളും 36 മറ്റ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളുമുണ്ട്. 2024 ട്രെൻഡ് വിൽപ്പനയിൽ 50% വർധന രേഖപ്പെടുത്തി 12,375 കോടി രൂപയായും ട്രെൻഡ് 2023-24 വിൽപ്പനയിൽ 50% വർധന രേഖപ്പെടുത്തി 12,375 കോടി രൂപയായും അറ്റാദായം 4 ഇരട്ടിയായി 1,477 കോടി രൂപയായും ഉയർന്നു. നോയൽ ടാറ്റയുടെ നേതൃത്വത്തിലുള്ള ട്രെൻഡിന്റെ പ്രധാന വരുമാന വിഭാഗമാണ് സ്റ്റുഡിയോ. മൊത്തം വരുമാനത്തിന്റെ 1/3 സംഭാവന ചെയ്യുന്നത് സ്റ്റുഡിയോയാണ്. തുടക്കത്തിൽ 8% മാത്രം വരുമാനം നൽകിയിരുന്ന വിഭാഗമാണ് ഈ മുന്നേറ്റം കാഴ്ചവെക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ട്രെൻഡിന്റെ സ്റ്റുഡിയോയുടെ വിജയത്തെ തുടർന്ന് റിലയൻസ് റീറ്റെയിലിന്റെ യൂസ്റ്റ, FBFRLന്റെ സ്റ്റൈലപ്പ്, ഷോപ്പർ സ്റ്റോപ്പിന്റെ ഇൻട്യൂൺ തുടങ്ങി മറ്റ് ദേശീയ റീറ്റെയിലർമാരും ഈ വിഭാഗത്തിൽ വിപണിയിൽ സജീവമായുണ്ട്. ഇനി ഡെസ്റ്റിനേഷൻ. മിഠായി വർണ്ണങ്ങളിലുള്ള മലനിരകൾ, പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസങ്ങൾ. പെറുവിലെ മഴവിൽ കുന്നുകളെ കുറിച്ചറിയാം.
വേൾഡ് ഡിഷസ്. ഒരു നഗരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭവമുണ്ട്. ഓസ്ട്രിയയിലെ ലിൻസ് നഗരത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതോടെ NRI വേൾഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.